So in the previous classes we have learned about some of the basics of the programming language C++. Now let us move on to how to write a program. ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. So starting with statements. A statement causes the computer to carry out some action. കമ്പ്യൂട്ടറിനെ എന്തെങ്കിലും ഒരു ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സാധനം, അതാണ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ C++ ഒരു പ്രോഗ്രാമിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിയുമ്പോഴാണ് കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. സോ a statement causes the computer to carry out some action. A statement causes the computer to carry out some action. കമ്പ്യൂട്ടറിനെ എന്തെങ്കിലും ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റേറ്റ്മെന്റ്. നമ്മളൊരു പ്രോഗ്രാമില് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിയുമ്പോഴാണ് കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കിട്ടുന്നത്. C++ has 3 different classes of statements. C++ ല് 3 different classes of statements ഉണ്ട്. അതിലെ first one ആണ് expression statement. First one is expression statement. So what is an expression statement? Expression statement എന്ന് പറയുന്നത് it is an expression followed by semicolon. Expression statement എന്ന് പറഞ്ഞാൽ it is an expression followed by നമ്മൾ എപ്പോഴും പ്രോഗ്രാമിംഗിൽ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അതിന്റെ അറ്റത്ത് ഒരു സെമി കോളനും കൂടെ ഇട്ട് കൊടുക്കുക, എങ്കിലേ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ ഒരു എക്സ്പ്രഷൻ ഫോളോഡ് ബൈ സെമി കോളൻ, അതിനെയാണ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ വൈൽ എക്സിക്യൂട്ടിംഗ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ദി എക്സ്പ്രഷൻ ഇസ് ഇവാലുവേറ്റഡ്. സോ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യും. സോ എക്സിക്യൂഷനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യും. നമ്മളൊരു എക്സ്പ്രഷന് അതിന്റെ അറ്റത്ത് ഒരു സെമി കോളൻ ഇട്ട് എഴുതുമ്പോഴാണ് അതൊരു എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ആവും. ഇനി ആ സ്റ്റേറ്റ്മെന്റിനെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ആവും. A function call is also an expression statement. So function call ഒരു expression statement ആണ്. Function call ഒരു expression statement ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. k equal to 25. k യുടെ വാല്യൂ 25 ക്ക് കൊടുക്കുന്ന എക്സ്പ്രഷൻ. then a is equal to b plus c. b യുടെയും c യുടെയും വാല്യൂസ് ആഡ് ചെയ്യുന്നതാണ് a യുടെ വാല്യൂ. നെക്സ്റ്റ് എക്സ്പ്രഷൻ x plus plus. സോ ഇതൊക്കെയാണ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് compound statement. Next class of statement is compound statement. Compound statement എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സിനെ കർലി ബ്രേസസിൽ എൻക്ലോസ് ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആവുന്നത്. അതായത് several individual statements enclosed within a pair of curly braces. Several individual statements enclosed within curly braces.
കേർലി ബ്രേസസിന്റെ അകത്ത് നമ്മൾ ഒന്നിലധികം ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സിനെ എൻക്ലോസ് ചെയ്യുമ്പോഴാണ് അത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയി മാറുന്നത്. സോ ഓൾ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി എംബഡഡ് ഇൻ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് and this will not end in a semicolon. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സ് വിത്തിൻ സെമികോളൻ. അപ്പോൾ വിത്തിൻ കേർലി ബ്രേസസ് ആയിരിക്കും. ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ അറ്റത്തും സെമികോളൻ കാണും. പക്ഷെ കേർലി ബ്രേസസ് കഴിയുമ്പോൾ അതായത് സെറ്റ് ഓഫ് ആ ഒരു ഹോൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് സെമികോളൻ ഇല്ല. നമ്മൾ ഇതിന്റെ അകത്ത് എഴുതുന്ന ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റിന്റെ അറ്റത്തും സെമികോളൻ കാണും. പക്ഷെ ഒരു ബ്രേസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബ്രേസ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെമികോളൻ ഇല്ല. The compound statement is also called block. ഇതിനെ ബ്ലോക്ക് എന്ന് പറയാം, not ending in semicolon. All types of statements can be embedded. ഒരു സെറ്റ് ഓഫ് കേർലി ബ്രേസസിന്റെ അകത്ത് എൻക്ലോസ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് എൻക്ലോസ് ചെയ്യാം. അതിനെ ബ്ലോക്ക് എന്നും വിളിക്കും. എക്സാമ്പിൾ, pi is equal to 3.1415. Area is equal to pi into dia divided by 4.0. ഇവിടെ നോക്കിക്കേ, രണ്ട് കേർലി ബ്രേസസ്, ഒരു സെറ്റ് ഓഫ് കേർലി ബ്രേസസ്, അതിന്റെ അകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഈ കേർലി ബ്രേസസ് കഴിഞ്ഞിട്ട് സെമികോളൻ ഉണ്ടോ? ഇല്ല. ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് സെമികോളൻ ഉണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാമിനെ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു പാർട്ടിന്റെ അകത്ത് എന്തെല്ലാം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പെർട്ടൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കാം. നെക്സ്റ്റ് ഈസ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. What is a control statement, or what are control statements? Statements which are used to alter the natural flow of control in a program. Statements used to alter the natural flow of control in a program. ഒരു പ്രോഗ്രാം ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിനെയാണ് ഈ ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ആ ഫ്ലോ ഓഫ് കൺട്രോളിനെ ഓൾട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഡിസിഷൻ, ലൂപ്സ് ആൻഡ് ബ്രാഞ്ചസ് ആർ മെയിൻ ഫീച്ചേഴ്സ് പ്രൊവൈഡഡ് ബൈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് ഡിസിഷൻ, ലൂപ്സ് ആൻഡ് ബ്രാഞ്ചസ്. Decision, loops and branches are the main features offered by control statements. So many control statements require other statements to be embedded within them. So നമ്മൾ ഒരു control statement എഴുതുവാണെങ്കിൽ അതിൻ്റെ കൂടെ വേറെ സ്റ്റേറ്റ്മെന്റ്സും കൂടെ എംബെഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാമിന്
ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാനുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേർലി ബ്രേസസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ഒരുമിച്ച് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേർലി ബ്രേസസ് ഇട്ടിട്ട് വേണം സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ. പ്രോഗ്രാം എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ഇതിനൊരു എക്സാമ്പിൾ ഒരു ലൂപ്പ് എഴുതാം. y x less than or equal to n. ഇതൊരു ലൂപ്പ് ആണ്, ഇത് ലൂപ്പാണ്, അതൊരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എംബഡ് ചെയ്യേണ്ടിയുണ്ട്. സം പ്ലസ് ഈക്വൽ ടു x പ്ലസ് പ്ലസ് x n വരെയുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുന്നത് ഒരു പ്രോഗ്രാമാണ്, പാർട്ട് ഓഫ് എ പ്രോഗ്രാമാണ്. ഇത് ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ വൈൽ എന്നുള്ളതാണ് ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്. സോ ഇതിന്റെ അകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എംബഡ് ചെയ്യേണ്ടിയുണ്ട്. ഇവിടെ നോക്കി ഇതിന്റെ അകത്ത് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് എംബഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഒരു പെയർ ഓഫ് കേർലി ബ്രേസസിന്റെ അകത്താണ് ഈ 2 സ്റ്റേറ്റ്മെന്റ്സും എഴുതുന്നത്. Now next is comments in C++. We are moving on to next part, that is comments in C++. Statements kandu, ini comments endaanu nokkam. Comments in C++. So while writing program, we may have to include some tips or explanations related to the statements which are known as comments. Comments എന്ന് പറഞ്ഞാൽ tips or explanations related to അതായത് നിങ്ങളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അത് പല രീതിയിൽ എഴുതാം. എല്ലാവരും ഒരേപോലെ എഴുതണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചില വേരിയബിൾസ് ഒക്കെ പ്രത്യേകമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാം വേറൊരാൾ വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെ കുറച്ച് എക്സ്പ്ലനേഷൻസോ ടിപ്സോ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ഈ പ്രോഗ്രാമിങ്ങിന്റെ കോഡ് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഓരോ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ നിങ്ങൾ ഈ കമന്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ടിപ്സ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് എഴുതുന്നത്. അതിനെയാണ് കമന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, കമ്പൈലർ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കമന്റ്സ് ആർ ഇഗ്നോർഡ് ബൈ ദ കമ്പൈലർ. They are ignored by compiler while execution. Program compiler execute ചെയ്യുന്ന സമയത്ത് എന്താണ് കമന്റ്സിനെ എല്ലാം ഇഗ്നോർ ചെയ്യും. ഇനി നമുക്ക് C++ല് 2 ടൈപ്പ് ഓഫ് കമന്റ്സ് എഴുതാം. ഫസ്റ്റ് is സിംഗിൾ ലൈൻ കമന്റ്. അതായത് ഒറ്റ ലൈനിലുള്ള കമന്റ്. ഒരൊറ്റ സിംഗിൾ ലൈൻ കമന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് അതിന്റെ കൂടെ എന്താണ് കമന്റ് എന്ന് വെച്ചാൽ എഴുതാം. കമന്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങ് എഴുതിയാൽ മതി. അതിന് പ്രത്യേകം കോഡൊന്നുമില്ല. മനസ്സിലാവാൻ വേണ്ടി എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതത്തില്ല. അത് സാധാരണ നമ്മുടെ ലാംഗ്വേജിൽ അങ്ങ് എഴുതിയാൽ മതി. സോ 2 ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് നിങ്ങൾ എഴുതുന്ന കമന്റ്, അതാണ് സിംഗിൾ ലൈൻ കമന്റ്. സോ ഒരു ഫോർവേഡ് സ്ലാഷ് ഇട്ട് കഴിഞ്ഞ് 2 ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് കമന്റ് എഴുതുകയാണെങ്കിൽ ഒറ്റ ലൈനുള്ള കമന്റ് എഴുതണം. അങ്ങനെയുള്ള കമന്റിനെ സിംഗിൾ ലൈൻ കമന്റ് എന്ന് വിളിക്കും. ഇനി വേറെ ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് കമന്റ് ഒരു ഫോർവേഡ് സ്ലാഷും ആസ്ട്രിക്സും പിന്നെ നിങ്ങൾ കമന്റ് എഴുതിയിട്ട് then ending in again asterisk and forward slash. ഇത് this comment can be multi line comment. ഒന്നിലധികം ലൈൻസ് ഉള്ള കമന്റ് എഴുതണമെങ്കിൽ
ഇങ്ങനെ ഇതിന്റെ അകത്ത് എൻക്ലോസ് ചെയ്ത് എഴുതണം. ആദ്യം ഒരു ഫോർവേഡ് സ്ലാഷ്, പിന്നെ ഒരു ആസ്ട്രിക്, ദെൻ കമന്റ് എഴുതുക, അത് കഴിഞ്ഞ് വീണ്ടും ആസ്ട്രിക്സ്, പിന്നെ ഫോർവേഡ് സ്ലാഷ്. സോ ഇതിന്റെ അകത്ത് എൻക്ലോസ് ചെയ്യുന്ന കമന്റ്സ് ക്യാൻ ബി മൾട്ടി ലൈൻ കമന്റ് ഓർ സിംഗിൾ ലൈൻ കമന്റ്. ഇറ്റ് ക്യാൻ ബി സിംഗിൾ ലൈൻ ഓൾസോ. യൂഷ്വലി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ മാത്രമേ എഴുതാൻ പറ്റൂ. മൾട്ടി ലൈനാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് മൾട്ടി ലൈൻ മാത്രമല്ല സിംഗിൾ ലൈനും എഴുതാം. സോ സിംഗിൾ ലൈൻ കമന്റും മൾട്ടി ലൈൻ കമന്റും. ഫോർ എക്സാമ്പിൾ, program to find area of triangle. അപ്പം ഇത് ഒറ്റ ലൈനേ ഉള്ളൂ, ഒരു സിംഗിൾ ലൈൻ കമന്റ് ആണ്. ഇനി മൾട്ടി ലൈൻ കമന്റ് നോക്കാം. Input the following parameters. Input the following parameters: base, altitude. ഇങ്ങനെ നമ്മൾ കമന്റ് എൻഡ് ചെയ്യും. സോ ഇവിടെ നോക്കിക്കേ, ഒന്നിലധികം ലൈൻസ് ഉള്ള കമന്റ് ആണ് എഴുതിയത്. സോ ദിസ് ഈസ് എ മൾട്ടി ലൈൻ കമന്റ്. സോ സൂട്ടബിളി നമ്മൾ ഇതിന്റെ അകത്ത് എൻക്ലോസ് ചെയ്തു. ദിസ് ഈസ് അബൌട്ട് കമന്റ്സ്. നിങ്ങൾ പ്രോഗ്രാം എഴുതിയതിന് ശേഷം കമന്റ്സ് എഴുതുവാണെങ്കിൽ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് പ്രോഗ്രാമിങ്ങിന്റെ കോഡ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓരോ സ്റ്റേറ്റ്മെന്റും എന്താണ്, എന്തിനാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വേരിയബിൾസ് എന്തിനാണെന്നുള്ളത്. അത്രേ ഉള്ളൂ. പ്രോഗ്രാം കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കമന്റ്സിനെ ഒന്നും കണക്കിലെടുക്കില്ല. കമന്റ്സ് ആർ ഈക്വൽ. സോ കമന്റ്സ് എഴുതുന്നതിന് പ്രത്യേകം സിന്റാക്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലൊന്ന് എഴുതിയാൽ മതി. അതിനായിട്ട് പ്രത്യേകം കോഡില്ല. കറക്റ്റ് സിമ്പിൾ യൂസ് ചെയ്യുക, എഴുതാം. നെക്സ്റ്റ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫീച്ചേഴ്സ് ഓഫ് C++. ഇൻപുട്ട് ഓർ output features of C++. Next is input or output features of C++. So in C++ there is a robust way to implement input and output operations called IOStream method. So ഈ IOStream method എന്ന് പറഞ്ഞാൽ C++ല് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒരു റോബസ്റ്റ് മെത്തേഡ് ആണ്. So there is a robust way to in C++ to implement the input or output operations called IOStream method. So it is the robust way to implement input or output in C++. ആ മെത്തേഡ് ആണ് IOStream method. In order to handle input or output data, a standard header file known as IOStream is made use of. So നമ്മൾ ഇവിടെ IOStream എന്നുള്ള ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യും. അതിന്റെ IOStream എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. IOStream എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ആണ്. സോ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി IOStream എന്ന് നല്ല ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. So header file named IOStream is used to carry out input-output operations. C++ does not have any built-in or output function, input or output function, but it has different types of stream-related header files. But C++-നകത്ത് തന്നെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പ്രത്യേകമായിട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഒന്നുമില്ല. പക്ഷെ കുറെ ഹെഡർ ഫയൽസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രീം ഉണ്ട് റിലേറ്റഡ് ടു ഹെഡർ ഫയൽസ് ഫോർ ദിസ് ഫംഗ്ഷൻ. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ
വേണ്ടി different types of stream related header files are there. Different types of stream related header files for input and output operations. Now, input or output stream is a class which is derived from two other classes, I stream and O stream. Input stream എന്ന് പറയുന്നതാണ് I stream. Then output stream ആണ് O stream. So ഇത് രണ്ടും ഓരോരോ ക്ലാസ്സസ് ആണ്. ഇൻപുട്ട് സ്ട്രീം എന്നൊരു ക്ലാസ് ഉണ്ട്, ഔട്ട്പുട്ട് സ്ട്രീം എന്നൊരു ക്ലാസ് ഉണ്ട്. ഇത് രണ്ടിനും കൂടെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ് ആണ് IO സ്ട്രീം. ഇത് രണ്ടിനും കൂടെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് IO സ്ട്രീം. ഇൻപുട്ട് സ്ട്രീം എന്നുള്ള ക്ലാസ്സും ഔട്ട്പുട്ട് സ്ട്രീം, I സ്ട്രീമും O സ്ട്രീം, അതായത് ഇൻപുട്ട് സ്ട്രീം ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീം, ഈ രണ്ട് ക്ലാസ്സസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ് ആണ് IO stream. Classes എന്താണ് നിങ്ങൾ പിന്നെ പഠിക്കും. Output stream object is a destination for bytes while input stream object is a source of bytes. So ഇതിന്റെ object എന്ന് പറയുന്നത് source of bytes ആണ്. ക്ലാസ്സസിനകത്ത് object, ക്ലാസ്സിന്റെ objects വരും. So input streamന്റെ objects എന്ന് പറയുന്നത് source of bytes ഉം, whereas ഔട്ട്പുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഫോർ ബൈറ്റ്സ്. അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഫോർ ബൈറ്റ്സ്. ഡെസ്റ്റിനേഷൻ ഫോർ ബൈറ്റ്സ്. Now, let us see what are the members of IO stream. നമ്മൾ ഹെഡർ ഫയലിനെ ഈ ഫോർമാറ്റിലായിരിക്കും പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്, ഹെഡർ ഫയലിൽ. സോ ലെറ്റ് us see what are the member functions of IO stream. IO stream എന്നുള്ള ഹെഡർ ഫയലിൽ വരുന്ന കുറെ മെമ്പർ ഫങ്ഷൻസ് ഉണ്ട്. They are cin, cout, ser and clock. They are the members of the class IO stream. IO stream എന്നുള്ള ക്ലാസിന്റെ members ആണ് cin, cout, seer and clog. Cin, cout, seer and clog. These four functions are for byte based operations carrying out one byte at a time data transfer. So ഇതെല്ലാം byte based operations ആണ്. ഈ ഫങ്ഷൻസിലെല്ലാം byte based operations are. They have byte based operations, അതായത് 1 byte at a time data transfer. So byte based operations ആണ് ഈ members എല്ലാം carry out ചെയ്യുന്നത്, that is 1 byte at a time. So IO stream എന്നുള്ള ക്ലാസ്സിൽ വരുന്ന members ആണ് cin, cout, seer and clog. അതിനെല്ലാം byte based operations ആണ്. ബൈറ്റ് ബേസ്ഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈറ്റ് ബേസ്ഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് ഔട്ട് 1 byte at a time data transfer. Carrying out 1 byte at a time data transfer. ഇതില് cin and cout. cin and cout എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. cin and cout input and output. അതേസമയം seer and clog ആണെങ്കിൽ error handling. seer and clog ആണെങ്കിൽ error handlingനും യൂസ് ചെയ്യും. cin ഇൻപുട്ടിന്, cout ഔട്ട്പുട്ടിന്, seer and clog error handlingന് യൂസ് ചെയ്യും. The use of cin is to input data through keyboard. cin എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇൻപുട്ട്
ത്രൂ കീബോർഡ് വഴി ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയാണ് സിഇൻ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയില്ല വേരിയബിളിന്റെ ഇൻപുട്ട് എന്താണ്. അത് ഓരോ ടൈമും പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സമയത്ത്, പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേറ്റ ഇൻപുട്ട് കീബോർഡ് വഴി കൊടുക്കും. അതിനു വേണ്ടിയാണ് സിഇൻ ഉപയോഗിക്കുന്നത്. The extraction operator is used along with cin to read members, character or string of characters. ഇത് എങ്ങനെയാണ് നമ്മൾ cin ഉപയോഗിക്കുന്നത്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററും കൂടെ യൂസ് ചെയ്യും. ഈ രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇടുന്നതാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. സോ അതും കൂടെ യൂസ് ചെയ്താണ് cin ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. It is used to read numbers, characters or string of characters. Used to read എന്ന് പറഞ്ഞാൽ input. Numbers, characters or string. Numbers, characters or string. So അതിന്റെ syntax എങ്ങനെയാണെന്ന് നോക്കാം. cin variable 1 വേരിയബിൾ 2 ഇതുപോലെ തന്നെ പോകും. ലാസ്റ്റ് ഒരു സെമിക്കോളൻ. ഒറ്റ വേരിയബിൾ ഉണ്ടെങ്കിൽ cin ഒരു വേരിയബിളിന്റെ പേര് എഴുതുക സെമിക്കോളൻ. ഒന്നിലധികം ഉണ്ടെങ്കിൽ cin എക്സ്ട്രാക്ഷൻ വേരിയബിൾ 1 എക്സ്ട്രാക്ഷൻ വേരിയബിൾ 2 അങ്ങനെ. നൗ cout സ്റ്റേറ്റ്മെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് നോക്കാം. The use of cout is to display an object into the video screen as output. To display an object into video screen as output. കമ്പ്യൂട്ടറിന്റെ വീഡിയോ സ്ക്രീനിൽ ഒരു ഒബ്ജക്റ്റിനെ ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് cout യൂസ് ചെയ്യുന്നത്. cout എഴുതി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ cin യൂസ് ചെയ്ത പോലെ coutന് ഇൻസർഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. coutന് ഇൻസർഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഇൻസർഷൻ ഓപ്പറേറ്റർ രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഒന്ന് ചേരുന്നതാണ് ഇൻസർഷൻ ഓപ്പറേറ്റർ. അതാണ് യൂസ് ചെയ്യുന്നത്. സോ സിന്റാക്സ് cout വേരിയബിൾ 1 വേരിയബിൾ 2 വേരിയബിൾ 1 വേരിയബിൾ 2 ഇങ്ങനെ വരും. cout വേരിയബിൾ 1 വേരിയബിൾ 2